കോഴിക്കോട്ട് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. അതിൽ തന്നെ ഭട്ട് റോഡിൽ രൂക്ഷമായ കടലാക്രമണമാണ്. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി എന്നുള്ളതാണ്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? അനുജ, വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭട്ട് റോഡ് അവിടെ താമസിക്കുന്നവർ, തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർ അനുഭവിക്കുന്നത്. കാരണം വേലിയേറ്റ സമയത്താണ് വലിയ ദുരിതമുണ്ടാവുക. ഇപ്പോൾ വേലി ഇറക്കമാണ്, അതിനാൽ കുറച്ചൊരാശ്വാസമുണ്ട്. പക്ഷേ രാവിലെയും രാത്രിയുമായി കടലാക്രമണം രൂക്ഷമാണ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 300 മീറ്ററോളം ദൂരത്തിൽ അവിടെ കടൽ ഭിത്തി തകർന്നിട്ടുണ്ട്, ഈ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ വെള്ളം വീടുകളിലേക്ക് അടിച്ചു കയറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ തകർന്ന സംരക്ഷണ ഭിത്തി നന്നാക്കണം എന്ന ആവശ്യം വളരെയധികം കാലമായി ഇവർ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ഈ അധികൃതരുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇത് ഭട്ട് റോഡിലെ മാത്രം കാഴ്ചയല്ല, ശാന്തിനഗർ കോളനിയിലും സമാനമായ സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയിൽ പലയിടത്തും ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമാകുന്നുണ്ട്. ഇന്നിപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നതിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. നഗരമേഖലകളിൽ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതെ, കോഴിക്കോട്ട് മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് എന്നതാണ്.